രാഷ്ട്രീയ വിഷയത്തിൽ ദാരിദ്ര്യം നേരിടുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ CPM-നെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഒരു റോഡ് ഉദ്ഘാടനത്തെ ചൊല്ലിയാണ്. വെറും റോഡല്ല, മികവുറ്റ രീതിയിൽ പണി പൂർത്തിയാക്കിയ സ്മാർട്ട് റോഡുകളെ ചുറ്റിപ്പറ്റിയാണ് ഈ വിവാദം ഒഴുക്കുന്നത്. 12 സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 62 റോഡുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷം പുറത്തുവിട്ട പുതിയ വിവാദം. എന്നാൽ സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ശോഭ കെടുത്താനാണ് ഇത്തരം വാർത്തകൾ മാധ്യമങ്ങൾ തെറ്റായി നൽകിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞു. ഉദ്ഘാടന ദിവസം തന്നെ 3 പരിപാടികൾ കൂടിയുണ്ടായിരുന്നു. കാലവർഷവുമായി ബന്ധപ്പെട്ട് വിളിച്ച പുനരവലോകന യോഗം, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട മറ്റൊന്നുമായിരുന്നു. ഇതെല്ലാം മാധ്യമങ്ങളെന്ന് റിപ്പോർട്ട് ചെയ്തെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ആരുടെ താല്പര്യമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായതായി മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുമുണ്ട്. ഇക്കാര്യം വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതുമാണ്. പിന്നീട് മന്ത്രിമാരുടെ പിണക്കമാണ് ഇതിന് പിന്നിലെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷം ശ്രമം തുടങ്ങിയപ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ 3 പരിപാടികൾ റദ്ദാക്കിയിരുന്നുവെന്നും ഇക്കാര്യം വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. എന്നാൽ പിന്നീട് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടാണ് റോഡ് ഉദ്ഘാടന പരിപാടിയിൽ മാത്രം പങ്കെടുക്കാത്തത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടി വിജയകരമായി മുന്നേറുമ്പോൾ അതിന്റെ ശോഭ കെടുത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ ശക്തമായി വിമർശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ മുഖ്യമന്ത്രിയുമായോ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെയാണ് ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയുടെ ശോഭ കെടുത്തുക തന്നെയാണ് ഇക്കൂട്ടർ ലക്ഷ്യമിട്ടതെന്ന് CPIM-ഉം പ്രതികരിച്ചിട്ടുണ്ട്. UDF ഭരണകാലത്ത് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായുള്ള മഴവെള്ളക്കുഴികൾ കണ്ട തലസ്ഥാന നിവാസികൾക്ക് പക്ഷേ കാര്യങ്ങൾ എളുപ്പം പിടികിട്ടും. നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ തുടങ്ങണമെന്നും എങ്ങനെ തീർക്കണമെന്നും അറിയാത്ത ഭരണകർത്താക്കളെയും അധികൃതരെയുമായിരുന്നു ഒരു കാലത്തെ കേരളം കണ്ടിരുന്നത്. അവിടെ നിന്നെല്ലാം മാറി സ്മാർട്ടാക്കി മാറ്റി മികവാർന്ന രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകൾ ഗതാഗത യോഗ്യമായപ്പോൾ ചിലരിലുണ്ടായ അങ്കലാപ്പ് വളരെ വലുതാണ്. അതും രാജപ്രചാരണങ്ങളിലൂടെ വേഗത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നതുമാണ്. തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണത്തിന്റെ അവകാശവാദത്തിൽ 2 മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമെന്നായിരുന്നു പ്രതിപക്ഷവും അവർ ഒത്താശ പാടിയ മാധ്യമങ്ങളും ഉയർത്തിയ വാദം. എന്തായാലും ഔദ്യോഗിക വിശദീകരണം വന്നതോടെ ഏറെ പണിപ്പെട്ട് തപ്പിക്കണ്ടെത്തിയ നുണബോംബ് എവിടെ കൊണ്ട് തള്ളുമെന്നിപ്പോൾ തലപൊക്കുകയാണ് പ്രതിപക്ഷം.